ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഒരു പകല് മുഴുവൻ ഇരുന്ന് രാവിലെ 10 മണി മുതൽ 5 മണി വരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യാഗ്രഹ സമരം നടത്തുകയാണ്. കേന്ദ്രവിരുദ്ധ സമരം. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു, പറഞ്ഞു പറ്റിക്കുന്നു, 57,000 കോടിയോ മറ്റോ നമുക്ക് കഴിഞ്ഞ 5 വർഷമായി ബാക്കി വെച്ചിരിക്കുന്നു, തരുന്നില്ല എന്ന് നിലവിളിച്ചുകൊണ്ട് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് 10 കൊല്ലമായി അദ്ദേഹം അധികാരത്തിലിരിക്കുന്നു. ഇതുവരെ സത്യാഗ്രഹം നടത്തണമെന്ന് തോന്നിയിട്ടില്ല. ഇപ്പോഴാണ് സത്യാഗ്രഹം. ഇതുവരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു. ഒന്ന്, കേന്ദ്രത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ MP-മാരോട് മാന്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകാമായിരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ചെയ്തിരുന്നുവോ നമുക്ക് അറിഞ്ഞൂടാ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള MP-മാരെ വിശ്വാസമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കേരളത്തിന്റെ അവകാശങ്ങൾ നേടാനായിട്ട് മാത്രം കേന്ദ്രത്തില് ഡൽഹിയിൽ പ്രത്യേക ലൈസൻ ഓഫീസർമാരെ വെക്കുന്നത്. പ്രധാനപ്പെട്ട, അതും 4-5 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു പണിയും ചെയ്യാൻ ബാക്കിയില്ലാത്ത പ്രൊഫസർ KV തോമസ് സാറിനെയാണ്. അതിനു മുമ്പ് സമ്പത്തുണ്ടായി, സമ്പത്തായിരുന്നു, മുൻ MP. ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അടുത്തൂൺ പറ്റിയ ആളുകൾക്ക് കൊടുക്കാവുന്ന ഒരു പോസ്റ്റായിട്ട് ഈ കേരളത്തിന്റെ ലൈസൻ ഓഫീസർമാരുടെ പണി ഏൽപ്പിക്കുകയാണ്. ഇവരൊക്കെ ഉണ്ടായിട്ടും അത് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം, പിണറായി വിജയന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കേന്ദ്രം അദ്ദേഹത്തെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും പിണറായി വിജയനെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഇല്ലാതെ തന്നെ കേരളത്തിന്റെ വികസനത്തിൽ ഇത്രയേറെ കേന്ദ്ര ഫണ്ട് ഒഴുകിയൊരു കാലം ഉണ്ടായിട്ടില്ല. നമ്മുടെ നാഷണൽ ഹൈവേ, നമ്മുടെ റെയിൽവേ വികസനം ഉൾപ്പെടെ, വിഴിഞ്ഞം തുറമുഖം തൊട്ട് എടുത്തു നോക്കൂ. ഇവിടുത്തെ എല്ലാ വികസനത്തിനും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉദാരമായ കാൽവെപ്പുകളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാളിതാ ഈ ഒരു 2 മാസം തികച്ചില്ലാതിരിക്കെ ഇപ്പൊ മുഖ്യമന്ത്രി നേരിട്ട് കാടിളക്കി കേന്ദ്രവിരുദ്ധ സമരം നയിക്കുകയാണ്. രാഷ്ട്രീയമാണെങ്കിലും പോലും സാറേ, ഒരു സാമാന്യ ന്യായം വേണ്ടേന്. ആളുകളെ കണ്ണിൽ പൊടിയിടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കണ്ണടച്ച് അടിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ജനങ്ങളെ എന്തുമാത്രം പരിഹാസ്യമാണ് ഈ സമരം എന്ന് അങ്ങേക്ക് തോന്നുന്നില്ലേ, ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്ന നിലയിൽ? പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്തെ അല്ലെങ്കിൽ അന്തരീക്ഷത്തെ മാത്രമല്ല, നമ്മുടെ കേരളീയർ ഇന്ന് അവകാശപ്പെടുന്ന അവർക്കൊരു സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു മറപിടിക്കലാണ് ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സമരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിക്കപ്പെട്ട ആ സമയത്ത് പലപ്പോഴും അഭാവം തോന്നിയത്, ഇപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ വലിയ നേതാക്കൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു ആങ്കർ റോളിലേക്ക് ഇടതുപക്ഷത്തിന് നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി ഈ ഇടതുപക്ഷം തന്നെ, CPM തന്നെ, പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ CPM തന്നെ ഇത് പിണറായി വിജയനിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിക്ക് പോലും വാസ്തവത്തിൽ ഇവരുടെ ഈ ഇങ്ങനെ ഒരു ആങ്കർ റോൾ കളിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ മഷി പറഞ്ഞതുപോലെ ഈ CPM ഏതൊക്കെ സമയങ്ങളിൽ, CPM എന്ന് പറഞ്ഞുകൂടാ, പിണറായി വിജയൻ ഏതൊക്കെ സമയങ്ങളിൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ആദ്യം എത്തിയത് BJP ആണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ അത് കാണാൻ കഴിയില്ലെങ്കിലും കേരളീയർക്ക് സാമാന്യ ബുദ്ധിയുണ്ട്. അത് ഇത്തരത്തിൽ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അവർക്കത് ഭംഗിയായിട്ട് മനസ്സിലാവും. പക്ഷേ സാമാന്യ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ചെന്നിത്തലയോട് സംസാരിക്കും, അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ലാവലിൻ കേസ് തന്നെ സാമാന്യ ജനങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എന്ത് പറഞ്ഞ് എത്ര തവണയാണ്, 45 തവണയോ മറ്റോ അല്ലേ ആ സമരം? ഇപ്പൊ ചെന്നിത്തല 43 അതെ, എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. അതും ആരാണ്, ഏതാ കോടതി? CBI കോടതിയാണ്. CBI ആരുടേതാണ്? കേന്ദ്ര ഏജൻസിയുടെയാണ്. ഇന്ന് വരെ ഈ SLC ലാവലിൻ കേസ് വരുമ്പോഴൊക്കെ ആ ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ വക്കീലന്മാർക്കോ വയറ്റിളക്കം വരികയാണ്. എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു. എന്നിട്ടും നമ്മൾ പറയുന്നു കേന്ദ്രം പിണറായി വിജയനെ അവഗണിക്കുന്നു, പിണറായി വിജയൻ ഭരിക്കുന്നതിന് വലിയ ദോഷം ഉണ്ടാക്കുന്നു. ഇനി അത് കണ്ട വേറൊരു രംഗമാണ് ഇവിടെ വന്ന 2 ഗവർണർമാർ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായി വലിയ കാടളക്കി നടന്നല്ല. ഇപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി പൂർത്തിയാക്കി ബീഹാറിലേക്ക് യാത്രയാക്കി പോകുന്നത് വരെ
എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും പിണറായി വിജയനെതിരായിട്ട് ഒരു സിംഗിൾ റിപ്പോർട്ട് പോലും പോയിട്ടില്ല. ഇനി അഥവാ അയച്ചാൽ തന്നെ അത്തരം റിപ്പോർട്ടുകൾ കേന്ദ്രം സ്വീകരിക്കുകയുമില്ല. അതാണ് ഈ പിണറായി വിജയനും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള നിലപാട്. 2, ഇപ്പോൾ ആർലേക്കർ എന്തെല്ലാം ഭാരതാംബയെ വരെ തൊട്ട് കളിച്ചു. ആർലേക്കറുടെ കാലത്ത് എന്ത് നിലപാടെടുത്തു? ഒടുവിൽ എന്താണ്? വീതം വെച്ചു. VC-മാരുടെ കേസ് കണ്ടില്ലേ? വീതം വെച്ചു. PM ശ്രീ അവസാന നിമിഷം കൊല്ലങ്ങൾ താമസിപ്പിച്ചിട്ട് 2020 വന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അന്ന് ഒപ്പുവെച്ചിരുന്നെങ്കിൽ അന്നേ കിട്ടുമായിരുന്ന ഫണ്ട് ഇപ്പൊ 5 കൊല്ലം വൈകിച്ചിട്ട് ഇതാ 2025 പോയി ഒപ്പുവെക്കാൻ തീരുമാനിച്ചു. അതിന്റെ പേരിൽ CPI പോലുള്ള പാർട്ടികൾ വെറുതെ ശബ്ദമില്ലാതെ ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. അതിലപ്പുറത്തൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇവർ കേന്ദ്ര ഗവൺമെന്റിനോട് ഏത് കാര്യത്തിലാണ് പിണറായി വിജയൻ അദ്ദേഹം പറയുന്നത് BJP വിരുദ്ധ നിലപാടെടുക്കുന്ന കക്ഷികളോട് കേന്ദ്ര BJP ഗവൺമെന്റ് ശത്രുതയോടെ പെരുമാറുന്നു. എവിടെയാണ്, എപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ശത്രുത കാണിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെ പറ്റിക്കാൻ? ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ എന്ത് ന്യായത്തിലാണ്? എന്ത് ന്യായമാണ്? ഇതിനൊക്കെ എന്താണാവോ ഇവർക്ക് മറുപടി പറയാനുള്ളത്? പക്ഷേ ഈ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജ് കാണുമ്പോൾ തന്നെ, മുൻനിരയിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് തമാശയാണ്. കാരണം എന്ന് പറയുന്നത്, പണ്ടൊരിക്കൽ കേജ്രിവാളിന്റെ സമയത്ത് ഇതേപോലെ ഒരു കേന്ദ്ര വിരുദ്ധ സമരത്തിന് ഇവരെല്ലാം കൂടി ടിക്കറ്റ് എടുത്ത് അവിടെ പോയി. അവിടെ പോയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വരികയും അതിന്റെ തുടർച്ചയാണ് അത് അന്നും കണ്ടത് വാസ്തവത്തിൽ ഒരു വിരോധാഭാസങ്ങളുടെ ഒരു കൂട്ടം വിരോധാഭാസങ്ങളാണ് നമ്മൾ ആ സ്റ്റേജിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഇന്നലെ അതിനാണ് ഇപ്പോൾ എത്ര സരസമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് ബിനോയ് വിശ്വം നമ്മുടെ പിണറായി വിജയനോട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാറിൻ്റെ കോൺഗ്രസിന് പത്രം കാണുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ എനിക്ക് നമ്മുടെ BJP സർക്കാരിനോട് ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നയമാണ് വാസ്തവത്തിൽ CPI ഉള്ളത്. പക്ഷേ നമ്മുടെ CPM ഇതുവരെ അങ്ങനെ ഒരു ഫാസിസ്റ്റ് സ്വഭാവം പേരുന്നുണ്ട് എങ്കിലും അതിനെ അങ്ങനെ അങ്ങ് ഫാസിസ്റ്റ് സർക്കാരാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വളച്ചുകെട്ടലോടുകൂടിയാണ് സത്യത്തിൽ പരമാർത്ഥം എന്ന് പറയുന്നത്. 2 കൂട്ടർക്കും അറിയാന്നേ അത് നുണയാണെന്ന്. ഇപ്പൊ BJP ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഇപ്പോഴും ലക്ഷണമൊത്ത സമ്പൂർണമായ ജനാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്ന, ഭരണഘടന അതിന്റെ മുഴുവൻ ഉഗ്രപ്രഭാവത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഫാസിസം വരുത്തുക സാധ്യമല്ല എന്ന് ഈ 2 കൂട്ടർക്കും അറിയാം. പക്ഷെ BJP ഭരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ നുണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ CPM പറയുന്നതിന്റെ ഒരു താളം ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ CPI എന്നുള്ള സാധനം ഇപ്പോഴേ ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള വാർത്ത മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പലപ്പോഴും ഈ വിരോധം പറയുക മാത്രമല്ല, CPIക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ സംസാരിച്ച് നിർത്തിയത് പോലെ ഇപ്പോൾ ഏത് സമയത്തും CPIക്ക് ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്, ഇവിടെ നിന്നും അടുത്തു മറ്റടുത്ത ഭാഗത്തേക്ക് ഇപ്പോൾ അവർക്ക് ഈ ലോകലാജ് എന്നൊരു കാര്യമുണ്ട്. ഈ ആൾക്കാർ എന്ത് പറയും ഒന്നുള്ള അത് മാത്രം കരുതിയിട്ടാണ് CPI മറകണ്ഠം ചാടാൻ നിൽക്കുന്നത്. ഇനി CPM ഒറ്റയ്ക്ക് നിന്നാൽ ഒരിക്കലും വളരാൻ കഴിയാത്ത, അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേതാക്കൾ മാത്രമുള്ള പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് കൂടിച്ചേടാതിരിക്കാൻ കഴിയില്ല, ചിരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാൽ ഞങ്ങൾ സംശുദ്ധരാണ് എന്ന് തെളിയിക്കേണ്ടുന്ന പ്രസ്താവനകൾ കാലാകാലങ്ങളിൽ ഓരോ ഇടവേളകളിലും കൃത്യമായി ഇറക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാം. അതൊക്കെ കൂടി നിന്നിട്ട് ഒരുതരം ജനങ്ങളെ പറ്റിക്കുന്ന CPI ആണ് ഇതിൽ ഏറ്റവും കപടമായ നിലപാടെടുക്കുന്നത്. CPIക്ക് ഒരു ജോസ് കെ മാണിയേക്കാൾ ഇപ്പം മുന്നണി മാറാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ പാർട്ടി CPI ആണ്. കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ്. CPM ആണെങ്കിൽ പിണങ്ങാൻ അവസരം കൊടുക്കുന്നുമില്ല. അപ്പൊ ആലോചിച്ച് PM ശ്രീ കേസ് ഓർമ്മയില്ലേ? PM ശ്രീ കേസിൽ ഒരു കാര്യമില്ലാതെ ഈ സാധു ശിവൻകുട്ടിയെ ബലിയാടാക്കിയിട്ടാണ് പിണറായി വിജയൻ ഇവർക്ക് ആക്സസ് കൊടുത്തത്, ഇവർക്ക് ലിഫ്റ്റ് കൊടുത്തത്. ഓ ശരിയാണല്ലേ, PM ശ്രീ നമുക്ക് വേണ്ടല്ലേ, എന്നാ പിന്നെ PM ശ്രീ ഒപ്പുവെക്കണ്ട, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറുകണ്ഠം ചാടിയപ്പോഴാണ് ഈ CPIക്ക് ഒന്ന് ഒച്ച വെക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ഇപ്പൊ സത്യത്തിൽ അവരെ ഒന്ന് ചവിട്ടി പുറത്താക്കി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ലെങ്കിൽ CPM-നേക്കാൾ മുമ്പേ ഇല്ലാതെ ആയി പോകുന്ന ഒരു പാർട്ടിയാണ് CPI എന്നും അവർക്കറിയാം. കാര്യമായിട്ടൊന്നും പിന്നെ അതിന് ജീവൻ വെപ്പിക്കാൻ പറ്റിയ ആദർശ ശുദ്ധിയോ ആശയപരമായ ക്ലാരിറ്റിയോ സംഘടനാപരമായ ശക്തിയോ ശേഷിയോ നേതൃശേഷിയോ ഉള്ള ഒരു ലീഡറും അതിനകത്തോട്ട് ഇല്ലതായി. ദയനീയമാണ് ആ പാർട്ടിയുടെ സ്ഥിതി. വല്ലാത്ത ഒരു ദയനീയ അവസ്ഥയിൽ കൂടിയാണ് CPI കടന്നു പോകുന്നത്. പക്ഷേ ഇതുപോലൊരു കുറച്ചു കാലം ഭരണമില്ലാതെ നിൽക്കേണ്ടി വന്നാലത്തെ CPIയുടെ സ്ഥിതി മറ്റ് പല പാർട്ടികളെ അപേക്ഷിച്ചും വളരെ ദയനീയമാണ്. എന്തായാലും ഈ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ ഫലം എന്തായിരിക്കുമെന്നൊന്നും ചോദിക്കാനില്ല. പിണറായി വിജയൻ അവസാന കാലത്ത് എന്താ പറയുക, പരാജയ ഭീതിയാൽ കാട്ടിക്കൂട്ടുന്ന അനേകം പ്രഹസനങ്ങളിലൊന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും നമുക്ക് ആലോചിക്കാനില്ല. എന്നാലും സാർ ആദ്യം പറഞ്ഞൊരു കാര്യം, ജനങ്ങളുടെ മുഖത്തടിക്കുന്നത് പോലുള്ള നഗ്നമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളെയും മൂടി വെക്കാനുള്ള, ജനങ്ങളുടെ കണ്ണു കെട്ടാനുള്ള
ഒരു ചെപ്പടി വിദ്യ ആണിത്. ഏറ്റവും ഒടുവിലത്തെ ചെപ്പടി വിദ്യ, ഏറ്റവും ഒടുവിലത്തെ വിദ്യയാണ്. ആ വിദ്യയും ദയനീയമായി പൊളിഞ്ഞു പോയാൽ ഇനി ആവനാഴിയിൽ എന്താണാവോ ബാക്കിയുള്ളത്. ജനപ്രിയം എന്ന പേരിൽ കൊണ്ടുവന്ന പ്രസ്റ്റീജ് പദ്ധതികളൊക്കെ ഒന്നൊന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളയിൽ നേരത്തെ പോയി, ശബരിമല വിമാനത്താവളം കോടതി എടുത്ത് പുറത്തിട്ടു. ഇനി എന്തും കൊണ്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ പോകുന്നത് എന്ന ചോദ്യം പഴയ കിറ്റ് കൊണ്ടും പെൻഷൻ കൊണ്ടും ഒന്നും ഇത്തവണ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ശബരിമലയിലാണെങ്കിൽ അയ്യപ്പൻ കൊടുത്ത അടി അതിഭീകരമാണ്. ശബരിമലയിലെ കൊള്ള, അയ്യപ്പ സേവാ സംഗമം നടത്തിയിട്ട് ജനങ്ങളെ പറ്റിച്ച് കളയാം, അല്ലെങ്കിൽ പണ്ട് ശബരിമലയിലെ ആചാര ലംഘനം നടത്തിയതിന്റെ പണിഷ്മെന്റ് അതിന് പ്രതിക്രിയ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചപ്പോഴാണ് അതും പോയി അയ്യപ്പൻ കൊടുത്ത പണി. അതുകൊണ്ട് ഇനിയിപ്പോ ആരാണ് ഇടതുപക്ഷത്തെ രക്ഷിക്കുക എന്ന ചോദ്യം. എന്തായാലും ഇനി പിണറായി വിജയന്റെ രക്ഷയ്ക്ക് പിണറായി മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാർട്ടിയും പാർട്ടിക്കകത്തും വലിയ രൂക്ഷമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പിണറായി വിജയന്റെ ചെപ്പടി വിദ്യകൾക്ക് ഇനി എന്ത് വില കിട്ടും എന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.